നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ സിന്ദൂർ. ആ സമയത്ത് പാകിസ്ഥാൻ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, യൂട്യൂബ് ചാനലുകൾ അടക്കമുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകളെ ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചിരുന്നു. ഇന്ത്യയിൽ പൂട്ടിയ നിലയിലായിരുന്നു. ഈ അക്കൗണ്ടുകളൊക്കെ തുറന്നു പരിശോധിക്കുന്ന സമയത്ത് അത് ഇന്ത്യയിൽ ലഭ്യമല്ല എന്ന സന്ദേശമാണ് എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നിരോധിച്ച ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ നിന്നുള്ള ചില സെലിബ്രിറ്റികളുടെ അക്കൗണ്ടുകളൊക്കെ അതിൻ്റെയൊക്കെ നിരോധനം നീക്കിയിരുന്നു. അങ്ങനെ അത് വീണ്ടും വിസിബിൾ ആകാൻ തുടങ്ങി. പക്ഷേ വീണ്ടും ഇത്തരം സമൂഹ മാധ്യമ അക്കൗണ്ടുകളെ ഇന്ത്യ നിരോധിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. പക്ഷേ അതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഇതിൻ്റെ കാരണം എന്ന നിലയിലേക്ക് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിയുടെ, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ ഏറ്റവും അധികം വിഷം തുപ്പിയ ഒരു പാകിസ്ഥാൻ സെലിബ്രിറ്റിയാണ് ഈ ഷഹീദ് അഫ്രീദി എന്ന് പറയുന്നത്. മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങളെയും പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങളെയും പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ ഈ 4 ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തച്ച് തകർത്ത് പാകിസ്ഥാനെ ഈ സൈനിക നടപടിയിൽ മുട്ടുകുത്തിച്ചപ്പോഴും പാകിസ്ഥാനിലെമ്പാടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിജയ റാലി നടത്തിയ ഒരു ക്രിക്കറ്റർ കൂടിയാണ് ഷഹീദ് അഫ്രീദി. ഈ ഷഹീദ് അഫ്രീദിയാണ് കേരളത്തിലെ ചില സംഘടനകളെല്ലാം വിദേശത്ത് കൊണ്ടുപോയി ഒരു വലിയ സ്വീകരണം കൊടുത്തതും എന്നെല്ലാം നമ്മൾ കണ്ടതാണ്. ആ ഷഹീദ് അഫ്രീദി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ നിരോധനം നീങ്ങിയതോടുകൂടി ഇന്ത്യയെ പുച്ഛിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു എന്ന് പറയപ്പെടുന്നു. ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നത്. ആ സ്ക്രീൻഷോട്ട് സത്യമാണോ വ്യാജമാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും ഷഹീദ് അഫ്രീദിയുടെ പേരിൽ അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വന്നു എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യക്ക് ഭ്രാന്താണ്, നരേന്ദ്രമോദിക്ക് നട്ടല്ലില്ല, ആദ്യം എൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് നിരോധിച്ചു, പഹൽഗാം ഭീകരാക്രമണം അത് ഇന്ത്യക്കകത്ത് തന്നെയുള്ള ആളുകൾ നടത്തിയതാണ് എന്ന് മോദിക്ക് ബോധ്യം വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇതാ ഇപ്പോൾ എൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ നിരോധനം നീക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യക്കെതിരായ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പോസ്റ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനുശേഷം അതിനെതിരെയുള്ള നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ നിരോധനം നീക്കിയ എല്ലാ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെയും വീണ്ടും നിരോധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ സൈന്യത്തിനെതിരെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇതൊക്കെ വരുന്നതുകൊണ്ടാണ്, അങ്ങനെയുള്ള കണ്ടന്റുകൾ വന്നതുകൊണ്ടാണ് ഇത്തരം സമൂഹ മാധ്യമ അക്കൗണ്ടുകളെ ഇന്ത്യൻ സർക്കാർ നിരോധിച്ചത്. കാരണം നമുക്കറിയാം, പാകിസ്ഥാൻ്റെ സൈനിക നടപടി അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ആഭ്യന്തര കലഹം സൃഷ്ടിക്കാനും ഇന്ത്യക്കുള്ളിൽ സ്പർദ്ധയുണ്ടാക്കാനുമുള്ള പല നടപടികളും അവർ നടത്തിയിരുന്നു. ഇന്ത്യയിലെ ആരാധനാലയങ്ങളെ ആക്രമിക്കാനാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലെ ആരാധനാലയങ്ങളെ ആക്രമിക്കാനാണ് ശ്രമിച്ചത്. ഇത് തീർച്ചയായും 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യം, മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു വലിയ രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കമാണ് എന്ന് വ്യക്തമാണ്. ഇത്തരം സമൂഹ മാധ്യമങ്ങൾ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത വിവരങ്ങൾ തീർച്ചയായും ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി വിടാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ്, ഇതിനെ പ്രതിരോധിക്കാൻ എന്ന നിലയിലാണ് പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇന്ത്യ നിരോധിച്ചത്. ആ നിരോധനത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞു, ഭീഷണിയൊക്കെ മാറിയ ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ നിരോധനം നീക്കാനുള്ള ഒരു രീതിയിലേക്ക് വന്നത്. പക്ഷേ അവിടെ അപ്പോഴും കേന്ദ്ര സർക്കാരിന് ഒരു അവസരം കിട്ടിയപ്പോൾ ചൊറിയാനുള്ള സന്നദ്ധതയാണ് ഷഹീദ് അഫ്രീദിയെ പോലെയുള്ളവർ കാണിച്ചത്. അവർക്ക് ഈ നിരോധനം നീക്കിക്കിട്ടാനുള്ള അർഹതയില്ല എന്ന് അവർ സ്വയം തെളിയിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കേന്ദ്ര സർക്കാർ കടുത്ത നടപടിയുമായി പാകിസ്ഥാൻ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെ വീണ്ടും നിരോധിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു.
ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.